ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കിലോമീറ്റേഴ്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിൽ തഞ്ചാവൂരിൽ ഇനി പോണ്ടിച്ചേരി പോകണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സൈനപ്പ് ചെയ്ത്. അപ്പോൾ ഇനി തഞ്ചാവൂർക്കാണെങ്കിൽ തഞ്ചാവൂരിൽ നിന്ന് പോണ്ടിച്ചേരിക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ തഞ്ചാവൂരിൽ നിന്ന് നേരെ ഐരാവത ക്ഷേത്രമാണ്, അവിടെ നിന്ന് നേരെയാണ് പോണ്ടിച്ചേരി പോയത്. അപ്പോൾ പോണ വഴിക്ക് ബിരിയാണി കഴിച്ചിട്ട് കട ഹോട്ടലിൽ നല്ല ബിരിയാണി ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് നമ്മുടെ മലയാളി ടച്ചൊന്നുമല്ല, തമിഴ് ടച്ച് തന്നെ, പക്ഷേ ആ ബിരിയാണി നന്നായിട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ 5 ആസ്വദിച്ചിന് കഴിച്ചാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോണ്ടിച്ചേരി. പിന്നെ പോണ്ടിച്ചേരി അറിയാമല്ലോ, പോണ്ടിച്ചേരിയിൽ ഡീസൽ വില കുറവ്, മദ്യത്തിന് വില കുറവ്, പിന്നെ അവിടെ നൈറ്റ് ലൈഫ് ഒരു മിനി ഗോ സെറ്റപ്പാണ്. അവിടെ ഡിസപ്പോയിൻ്റ് ആയില്ല കേട്ടോ ഒന്നും. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ റൂമിൽ ചെന്ന് ഫ്രഷായി. അന്ന് ഒരു വൈകുന്നേരത്തോടു കൂടി എത്തി. ഫ്രഷായിട്ട് അവിടെ നൈറ്റ് ഇറങ്ങി ഭക്ഷണം കഴിക്കാനും ബീച്ച് കാണാനൊക്കെ പറ്റി. വൈറ്റ് പാലസ് എന്ന് പറയാം, വൈറ്റ് ടൗൺ എന്ന് പറയാം. ഈ വൈറ്റ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെയാണ് ഞങ്ങൾ അടുത്താണ് സ്റ്റേ എടുത്തത്. ഒരു 300-400 മീറ്ററില്ല, അതിൻ്റെ അടുത്താണ് സ്റ്റേ എടുത്തത്. അപ്പോൾ ഇനി പോണ്ടിച്ചേരി വിശേഷങ്ങൾ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരി ഞങ്ങൾ എത്തുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ഒരു 5:30 കൂടിയാണ് എത്തിയത്. അവിടെ എത്തി ഒന്ന് ഫ്രഷായി, ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഫ്രഷായി വന്നപ്പോൾ തന്നെ ഒരു 8 മണിയോ 7-8 മണിക്ക് അടുത്തായി. നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. അവിടെ ഫ്രൈഡ് റൈസും മിക്സഡ് ഫ്രൈഡ് റൈസായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ രാത്രി ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി. അവിടെ ഇപ്പോൾ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. ഇവിടെ പിന്നെ ഒരുപാട് റെസ്റ്റോ ബാറുകളുണ്ട്, തട്ടുകടകളുണ്ട്, പലതരം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം. പിന്നെ പോണ്ടിച്ചേരി മദ്യത്തിന് വില കുറവാണല്ലോ. പിറ്റേ ദിവസം ഞങ്ങൾ ഫ്രഞ്ച് കോളനി എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, അവിടെ പോയിട്ട് കഫേകളും വീടുകളൊക്കെ പഴയ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇതുപോലത്തെ വീടുകളുണ്ട്. അപ്പോൾ അവിടെ പോയി ഇതുപോലത്തെ വീടുകളും കഫേകളും ചുമരുകളൊക്കെ കാണാം. അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ ബീച്ച് സൈഡിൽ പോയി. ബീച്ച് സൈഡിലേക്ക് ഇന്നലെ വൈകുന്നേരം പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല, അപ്പോൾ കാലത്ത് കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ചായ കുടിക്കാൻ ഈ ബീച്ച് കൂടി കണ്ടതിന് ശേഷം പോയത്. അപ്പോൾ ബീച്ച് ഇങ്ങനെ നീണ്ടു കിടക്കട്ടെ. ഇവിടെ വൈറ്റ് ടൗൺ എന്ന് പറയാം ഈ ബീച്ചിനെ. ഈ ബീച്ച് ഇവിടെ ഇപ്പോൾ വെള്ളം കയറി കിടക്കാൻ കാരണം കുളിക്കാനും പറ്റില്ല. വെള്ളം ഇറങ്ങി നിൽക്കുന്ന സമയമുണ്ട്, ആ സമയത്തൊക്കെ പോയി കുളിക്കാം. ഇവിടെ നിന്ന് നേരെ ഞങ്ങളൊരു മെഡിറ്റേഷൻ സെൻറ്റർ പോലത്തെ സംഭവമുണ്ട്, ഗോൾഡൻ സർക്കിളിലൊരു ബിൽഡിങ് പോലത്തെ സംഭവം പണിത് വെച്ചിരിക്കുക, കോയമ്പത്തൂർ തീഷ പോലെ. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഉണ്ട് കേട്ടോ. മുകളിൽ പണി നടക്കുന്നുണ്ട്. ആ സൂം ചെയ്ത് കാണിച്ചേ അതിൻ്റെ മുകളിൽ 3-4 പേര് നിൽക്കുന്നുണ്ട്. നമുക്ക് അത്ര അകലെ നമുക്ക് കാണാൻ പറ്റില്ല, അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അടുത്തേക്ക് പോകണമെങ്കിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം. ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്താലേ നമുക്ക് അതിനുള്ളിലേക്ക് പോകാൻ പറ്റില്ല. അതിന് എൻട്രിക്ക് പൈസ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും പോണ്ടിച്ചേരി പോയ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇങ്ങനെ ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള യാത്രകൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അത് ബഡ്ജറ്റ്, ഫുഡ് എല്ലാം ഇൻക്ലൂഡ് ആക്കി ഒരു ബഡ്ജറ്റ് ട്രിപ്പ് എങ്ങനെ പോകാമെന്നാണ് ഞാൻ കാണിക്കുന്നത്.